വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാ വർഷവും ഗുരുവായൂർ, മൂകാംബിക, ഉടുപ്പി ഈ 3 സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം മൂകാംബിക ആൻഡ് ഉടുപ്പി, അതായത് ബേസിക്കലി നമ്മൾ കർണാടകയിലോട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ പാക്കിങ് മെയിനായിട്ട് നമ്മൾ പാക്കിങ്ങേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പോഴത്തെ എൻ്റെ ഒരു മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഉച്ചയ്ക്കാണ് ഉറക്കം എണീറ്റ് വരെ, ഒരു 2 മണി 1 മണി സമയം. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അന്നൊരു വെനസ്ഡേ ആയിരുന്നു. അപ്പം വെനസ്ഡേ KFCയിൽ ഓഫർ ഉണ്ടല്ലോ. സോ അപ്പോൾ നമ്മൾ KFC ഒക്കെ ഓർഡർ ചെയ്ത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് എൻ്റെ റൂമിൻ്റെ കോലം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അത്രയും പരിതാപകരമായ അവസ്ഥയിലായിരുന്നു എൻ്റെ റൂം. അപ്പം ഞാൻ അതിനെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് പാക്ക് ചെയ്യാമെന്ന് വെച്ചു. അല്ലെങ്കിൽ പാക്ക് ചെയ്തിട്ട് എല്ലാം കൂടെ കഴിഞ്ഞ് ക്ലീൻ ചെയ്തെന്ന് എനിക്ക് ഭ്രാന്താവും. എനിക്ക് ഇങ്ങനെ വൃത്തിയേടാക്കാൻ എളുപ്പം പറ്റുമെങ്കിൽ എനിക്ക് വൃത്തിയാക്കാൻ കുറച്ച് സമയം, അങ്ങനെയല്ല, എനിക്ക് വൃത്തിയാക്കാൻ ഇഷ്ടമാണ്. ബട്ട് ഇങ്ങനെ വൃത്തിയില്ലാതെയൊക്കെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് OCD ഇല്ല, പക്ഷേ ഒരു ഇറിറ്റേഷൻ, എൻ്റെ മൂഡ് പോവും. അപ്പോൾ ഞാൻ ചോദിച്ചു, വൃത്തിയാക്കിയിട്ട് നമുക്ക് നിന്നിട്ട് ക്ലീൻ ആക്കാം, അല്ലെങ്കിൽ പാക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ട്രോളി ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു വ്ളോഗിൽ. അപ്പോൾ ഇത് എവിടെയും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചു, ദിസ് ഈസ് ദ ഫസ്റ്റ് ട്രിപ്പ് വിത്ത് ദിസ് ട്രോളി. ട്രിപ്പ് എന്നൊക്കെ പറയാൻ പറ്റത്തറിയില്ല. ഓക്കെ, എനിവേ, അപ്പം അതാണ്. അപ്പം ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ്സാണ് എടുത്ത് വയ്ക്കുന്നത്. ഇപ്പം മൂന്നാമത് എടുത്ത് വെച്ചാൽ എൻ്റെ ബ്ലൗസാണ് ആക്ച്വലി. പക്ഷേ ഞാൻ ഇടാൻ ഉദ്ദേശിച്ച ബ്ലൗസ് ഇതല്ല. ആ ബ്ലൗസ് ഇതുവരെ ഡെലിവറി ആയിട്ടില്ല. മീഷോന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 19-ാം തീയതിയാണ് എക്സ്പെക്റ്റഡ് ഡെലിവറി കാണിക്കുന്നത്. എനിക്കറിയില്ല, നേരത്തെ വന്നാൽ കൊള്ളാമായിരുന്നു ആ ബ്ലൗസ്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ ലാസ്റ്റ് ഓണത്തിന് ഞാൻ പട്ടുപാവാടയോടെ സ്റ്റിച്ച് ചെയ്ത ഒരു ബ്ലൗസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് എടുത്ത് കഴിഞ്ഞില്ലേ, ഇനി ഔട്ട്ഫിറ്റ് എടുക്കാനുണ്ട്. ഇതും കൂടെ എടുക്കാനുണ്ട്. ഒരു ദിവസം സൽവാറും ഒരു ദിവസം സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അല്ലാണ്ട് ക്യാഷ്വലി എവിടേക്കും അത് വൈകിട്ടൊക്കെ ജസ്റ്റ് അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഇടാൻ വേണ്ടി ഒരു കുർത്തിയും എടുത്ത് വെച്ചിട്ടുണ്ട്. സാരി ഉടുക്കുന്ന സമയത്ത് ഇപ്പം ചിലപ്പം വന്നിട്ട് സാരി ഊരിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇടണമല്ലോ. പിന്നെ അതിന് മാച്ചായിട്ടുള്ള ചെരുപ്പ് ഞാൻ കുറേ ജ്യോതീസ്, ഐ തിങ്ക് അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ, ഓർ അതർവൈസ് ഇതിന് വേറെ എന്തെങ്കിലും പറയുമെന്ന് അറിയില്ല. അത് ഞാൻ കുറേ നാളായി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫൈനലി ഞാനത് വാങ്ങിച്ചു. അപ്പം ആ ചെരുപ്പ് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ വീട്ടിലിടാൻ വേണ്ടി ഒരു ജോഡി, അത്ര തന്നെ എടുക്കുന്നുള്ളൂ. പിന്നെ ഇവിടുന്ന് ട്രെയിനിലിട്ടുകൊണ്ട് പോകുന്നതും എക്സ്ട്രാ ഒരു ടീഷർട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇന്നർവെയർസ്, അണ്ടർസ്കേർട്ട്, നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഷേപ്പ് വെയർ ആണല്ലോ, അത്, അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തു വയ്ക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡിലാണ് ഞാൻ എൻ്റെ ജ്വല്ലറീസ്, അതായത് ആ ഓരോ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഇടാനുള്ള ജ്വല്ലറീസ്. ഞാൻ ചിലപ്പോൾ എൻ്റെ ഹെയർ പെട്ടെന്ന് ഓയിലി ആവും, അപ്പം ഞാൻ ചിലപ്പോൾ ഹെയർ വാഷ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്ലോ ഡ്രൈ ചെയ്യാനുള്ള ബ്രഷ്, സ്ട്രെയിറ്റ്നർ, ഒരു ബാഗ് എടുത്തു വെക്കുന്നുണ്ട്. ബിക്കോസ് അല്ലെങ്കിൽ വേണ്ട, അതെന്തിനിപ്പോൾ പറയണം. എനിവേ, ബാഗ്, അതിന് മാച്ച് ആയിട്ടുള്ളൊരു ബാഗ്. അത് കഴിഞ്ഞ് മേക്കപ്പ് ബേസിക് ആയിട്ടുള്ള എല്ലാ മേക്കപ്പും, പിന്നെ കുറേ ലിപ്സ്റ്റിക്കും ആസ് യൂഷ്വൽ. അപ്പോൾ അതെല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ സ്ലൈഡ്, പിന്നെ ഐലാഷ് ഗ്ലൂ, അങ്ങനത്തെ കുഞ്ഞു ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വെക്കണം, അതും കൂടെയൊക്കെ വെക്കാനുണ്ട്. ലാസ്റ്റ് നിമിഷം എന്തായാലും കുറേ കൂടെ സാധനങ്ങൾ ഇതിനകത്ത് വെക്കും. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ, സാരിയൊക്കെ ഒന്ന് ചുളുങ്ങി പോകാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി സ്റ്റീം ചെയ്യുന്ന സംഭവം, സ്റ്റീമർ ആ സാധനമൊക്കെ വെക്കാനൊക്കെ ഉണ്ട്. അപ്പം അതൊന്നും ഞാൻ വെച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് 2 days കഴിയുമ്പോഴാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇവിടെ ഒരുവിധം എല്ലാവരും എൻ്റെ അനിയനെ ഒഴിച്ച് ബാക്കി എല്ലാവരും പാക്ക് ചെയ്തു. അപ്പോൾ ഇപ്പം ഞാനും പാക്ക് ചെയ്തു. അവൻ ലാസ്റ്റ് മിനിറ്റാണ്, അവന് തലേന്ന് എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ ലഗേജ് എനിക്കാണുള്ളത്. നമ്മൾ ആക്ച്വലി 17th പോയിട്ട് 21st വരും. അപ്പം അത്രയും ദിവസത്തേക്ക് ഞാനാണ് ഏറ്റവും കൂടുതൽ പാക്ക് ചെയ്യുന്നത് ആസ് യൂഷ്വൽ. ഇത് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ ബാഗ് എനിക്കായിരിക്കും. എന്നാൽ അത് നല്ല ഫീൽഡായിരിക്കും. പിന്നെ അവിടെ നിന്ന് ഞാൻ വാങ്ങുന്ന സാധനങ്ങൾ വെക്കാൻ ഞാൻ വേറെ ആരുടെയെങ്കിലും ബാഗിൽ സ്പേസ് കണ്ടെത്തേണ്ടി വരും. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വള ഇങ്ങനെ എടുക്കണോ വേണ്ടേന്ന് ആലോചിച്ചു. പിന്നെ എൻ്റെ ബ്ലൗസിന് മാച്ചായിട്ട് ഞാൻ ഒരു ഇത് എടുത്തു. പിന്നെ ഇപ്പോൾ ഒരു റോയൽ എയർബിഎൻബിയോ അങ്ങനെ എന്തോ അതിൻ്റെ പേര് ഞാൻ മറന്നു. ആ ഒരു സീരീസ് ഉണ്ടല്ലോ പുതിയത്, അപ്പോൾ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ. അത് കഴിഞ്ഞ് എൻ്റെ നെയിൽസ് ഒരെണ്ണം ഒടിഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പിലോട്ട് മാറ്റി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. നേരത്തെ നല്ല ലോങ് ആയിരുന്നു, നേരത്തെ വ്ളോഗ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ എനിക്ക് കയ്യിൽ ഇങ്ങനെ കുറേ നാളായിട്ട് മൈലാഞ്ചി ഇടാത്തതുകൊണ്ട് മൈലാഞ്ചി ഇടണം എന്നൊരാഗ്രഹം. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ രത്നചന്ദനം മോത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.